പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പലപ്പോഴും ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഓട്ടോറിക്ഷ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കല്ലാതെ മറ്റ് സ്ഥലത്തേക്ക് വല്ലതും വഴിമാറി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ആ സമയത്ത് നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യണമെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ, അതായത് നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു സ്ഥലത്ത്, അതായത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, മറ്റേതെങ്കിലും സ്ഥലത്ത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലം ലൊക്കേഷൻ ഷെയർ ചെയ്യണമെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ ഒരിടത്ത് നിന്നുകൊണ്ട് മറ്റേതെങ്കിലും സ്ഥലത്തിന്റെ ലൊക്കേഷൻ, ആ വേറൊരു സ്ഥലത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആ സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ സ്ഥലം ഷെയർ ചെയ്യുന്ന രീതി, ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും നല്ല പ്രോപ്പറായിട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ ഇവിടെയായിട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് 3 രീതി കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ആയിരിക്കും നമ്മളിങ്ങനെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് ഓരോ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു നമ്പർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓപ്പൺ ചെയ്ത നമ്പറിൽ ഈ താഴെയായിട്ട് നമുക്ക് അറ്റാച്ച് പിന്ന് കാണാം. നമുക്ക് ഇവിടെ ആയിട്ട് അത് അറ്റാച്ച് പിന്ന്. അപ്പോൾ ആ അറ്റാച്ച് പിന്നിൽ നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെയായിട്ട് ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടുന്ന ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ് വേണ്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് ലൊക്കേഷൻ, ഇങ്ങനെ നമ്മുടെ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ ഇവിടെയായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ 2 രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നല്ല ഒരു രീതി കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമുക്ക് ഈ മാപ്പ് സ്വല്പം കൂടി ഒന്ന് വലുതാക്കണം, എന്നാലേ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്യാം. ഒന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് മാപ്പ് ഇങ്ങനെ നമുക്ക് സ്വല്പം വലുതായി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെയായിട്ട് എൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടല്ലേ? ഇത് നമ്മളൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാം. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു നമ്മുടെ ലൊക്കേഷന്റെ ചിഹ്നം, ഐക്കോൺ അല്ലേ, ആ ഐക്കോണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിക്കൊണ്ടിരിക്കും. അതപ്പം നമ്മൾ ഒരിടത്ത് നിന്നുകൊണ്ട് മറ്റൊരു സ്ഥലം ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇവിടെ വേണേൽ ഏതെങ്കിലും ലൊക്കേഷൻ ഇതുകൊണ്ടൊക്കെ, ഇതിപ്പം എരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നമുക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലം അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അവിടെ കൊണ്ടുവന്ന് ഇതുകൊണ്ടൊക്കെ നമ്മുടെ ലൊക്കേഷന്റെ ഐക്കോൺ കൊണ്ടുവന്ന് എവിടെ വെക്കുന്നുണ്ടോ അവിടെ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതപ്പം സെൻഡ് ദിസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയായിട്ട് മൂന്നാർ എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ? മൂന്നാർ എന്നുള്ള സ്ഥലം നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഞാൻ മൂന്നാർ എന്നുള്ളിടത്തോട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് സെൻഡ് ദിസ് ലൊക്കേഷൻ എന്ന് കാണിക്കുന്നില്ലേ ഈ താഴെയായിട്ട്, അതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ നമുക്ക് അങ്ങ് ഷെയർ ആയി കിട്ടും. അത് ആർക്ക് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമ്മൾ ഒരിടത്ത് നിന്നുകൊണ്ട് മറ്റൊരു സ്ഥലം നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മൾ മൂന്നാറാണ് ഇപ്പൊ നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞല്ലേ? അപ്പൊ ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ടും നമുക്ക് ഈ അറ്റാച്ച് പിന്നാലാണ് ടച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം ലൊക്കേഷനാണ് ടച്ച് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതേ രീതിയിൽ തന്നെ ലൊക്കേഷൻ ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിലാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഏത് സ്ഥലത്ത് ആണെങ്കിലും ഇപ്പൊ ഇവിടെയായിട്ട് ഞാൻ എൻ്റെ സ്ഥലം കാണിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണെന്നുള്ളത് അല്ലേ? അപ്പൊ അതിന്റെ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷന്റെ ആ ചിഹ്നം നമുക്ക് അവിടെയായിട്ട് വന്നിട്ടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ് ആക്കുന്നതനുസരിച്ച് എങ്ങോട്ട് നമ്മൾ മാപ്പ് മാറ്റുന്നുണ്ടോ അതിന്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇല്ലേ? അപ്പൊ അത് നമുക്ക് കറക്റ്റായിട്ട് ആ നമ്മുടെ ലൊക്കേഷനിലോട്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിലായിട്ട് മുകളിലായിട്ടുള്ള ഈ ഒരു ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഒന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ ഇതേമാതിരി നമുക്ക് നമ്മുടെ കറക്റ്റായിട്ട് ആ ലൊക്കേഷനിൽ വന്ന് ആ ലൊക്കേഷന്റെ ഐക്കോണും വന്ന് നിൽക്കും അല്ലേ? ഇങ്ങനെ കറക്റ്റായിട്ട് ആ ലൊക്കേഷനിൽ വന്ന് ലൊക്കേഷന്റെ ഐക്കോണും വന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സെൻഡ് ദിസ് ലൊക്കേഷൻ ഈ കാണുന്ന താഴെയായിട്ട് കാണുന്നില്ല സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നുള്ള അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സെൻഡ് ചെയ്യുന്ന ആൾക്ക് പോയിരിക്കും. ഓക്കെ, അപ്പൊ ഇതേ രീതിയിലാണ് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു ലൊക്കേഷനിൽ നമ്മൾ നിന്നുകൊണ്ട് ആ ലൊക്കേഷൻ തന്നെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാൻ നമ്മളൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു മറ്റൊരു വീട്ടിലോ വല്ലോ ആണ് ആ ലൊക്കേഷനാണ് ഷെയർ ചെയ്യേണ്ടത്
ചെയ്യേണ്ടതെങ്കിൽ അത് ഇതേ രീതിയിലാണ് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ഒരു വണ്ടിയിലോ ഒരു ബസ്സിലോ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ പോകുന്ന സമയത്ത് ആ സമയം നമുക്ക് ഏത് രീതിയിലാണ് ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ടച്ച് പിന്നിൽ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതുകൊണ്ട് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ആ ലൊക്കേഷനിൽ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതേമാതിരി നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ലൊക്കേഷനാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ മുകളിലായിട്ട് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഐക്കോണിലൊന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ലൊക്കേഷന്റെ ചിഹ്നം കൂടി നമ്മുടെ കറക്റ്റ് ലൊക്കേഷനിൽ വന്നിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് മാത്രമേ എപ്പോഴും നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. നമ്മളപ്പം വലത് സൈഡിൽ മുകളിലായിട്ടുള്ള ഐക്കോണിലൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ട്, ഇതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ ലൊക്കേഷന്റെ ഐക്കോണും കൂടെ അവിടെ നമ്മുടെ ലൊക്കേഷനിൽ വന്നല്ലേ. അപ്പൊ അതിനുശേഷം നമ്മൾ ഇവിടെയായിട്ട് നമുക്ക് ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഷെയർ ലൈവ് ലൊക്കേഷൻ, അത് പ്രത്യേകം ഓർക്കണം. ലൈവ് ലൊക്കേഷനാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഒരു എവിടോട്ടെങ്കിലും പോയിക്കോട്ടെ, ഞാൻ അത് ഇതിന് മുന്നേ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം ഉപയോഗിക്കേണ്ടത്, ലൈവ് ലൊക്കേഷൻ. അതായത് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടത്. ഷെയർ ലൈവ് ലൊക്കേഷൻ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെയായിട്ട് പല പല ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്, 1 അവർ കാണിക്കുന്നുണ്ട്, 8 അവർ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഞാനിവിടെ ഇതിൽ 1 അവർ ആണ് ചൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 1 അവർ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഇവിടെയായിട്ട് മെസ്സേജ് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം. ഞാൻ ഇവിടെയായിട്ട് മൈ ലൈവ് ലൊക്കേഷൻ മാത്രം ഞാനിങ്ങനെ എഴുതുന്നുണ്ട്, മൈ ലൈവ് ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഞാനിങ്ങനെ എഴുതിയിട്ട് അതങ്ങ് സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിങ്ങനെ ഇവിടെ ഈ സെൻഡ് എൻ്റെ ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി, അതങ്ങ് സെൻഡ് ആയിക്കോളും. ഓക്കെ, ലൈവ് ലൊക്കേഷൻ സെൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെയായിട്ട് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് താഴെയായിട്ട് തന്നെ ഇവിടെ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്, സ്റ്റോപ്പ് ഷെയറിംഗ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് എപ്പോൾ വേണേലും അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അത് 1 അവർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ തന്നെയും 1 അവറോ 8 അവറോ എന്ത് വേണേലും കൊടുക്കാം. പക്ഷേ ഏത് ടൈം ആയിരുന്നാലും നമുക്ക് എപ്പോൾ വേണേലും അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അതപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇവിടോട്ട് തന്നെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സെൻഡ് ചെയ്ത് ഇതിലോട്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പ് ഫുള്ളായിട്ട് കാണിക്കും. അതിനുശേഷം സ്റ്റോപ്പ് ഷെയറിംഗ് കാണിക്കുന്നുണ്ട്. ഇവിടോട്ട് ടച്ച് ചെയ്ത് സ്റ്റോപ്പ് വേണേലും അങ്ങനെ വേണേലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഷെയർ ചെയ്യുന്നതായാലും, നമ്മൾ ഒരിടത്ത് സ്റ്റേ ചെയ്തുകൊണ്ട് അവിടുത്തെ ലൊക്കേഷൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും, നമ്മൾ ഒരിടത്ത് നിന്നുകൊണ്ട് മറ്റൊരു ലൊക്കേഷൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നു. ഇത് 3 രീതിയിലുള്ള ഷെയറിംഗ് ആണ് ഇവിടെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.